പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പഠിക്കാൻ 5 അംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ. സ്വകാര്യ ബസ്സുകൾക്കായി പ്രത്യേക ഗതാഗത നയം രൂപീകരിക്കുമെന്നും അധിക വരുമാന മാർഗങ്ങൾ അനുവദിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ഇതോടെ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകൾ താൽക്കാലികമായി പിൻവലിച്ചു. അവർ പലതരത്തിലുള്ള പ്രപ്പോസൽസ് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്കിപ്പോൾ ഒറ്റയടിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മീനിങ് അതിനാണല്ലോ ഈ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അവർ കമ്മിറ്റിയോട് പറയട്ടെ എന്തൊക്കെ പ്രപ്പോസലാണ് അവർക്കുള്ളത് എന്ന് പറയട്ടെ. അതിപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ചർച്ച മുഴുവൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നൊരു ചർച്ച നടത്തിയതിൽ നിന്ന് ഒരു തീരുമാനം അറിയിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ ബസ് ഉടമകളുമായി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൂടിയാലോചന യോഗം നടത്തി ഞങ്ങൾ സംയുക്ത സമിതി യോഗം വിപുലമായ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കും. അതുവരെ ഇപ്പോൾ തൽക്കാലം ഒരു ബസ് നിർത്തിയുള്ള സമരവുമായിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല. അഷൻഡിയാഗോ ഉണ്ട്. അഷൻഡിയാഗോ, ഇന്ന് തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ പണിമുടക്കും എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരുന്നത്. എന്തായാലും ഒരു തീരുമാനമായില്ല, പൂർണ്ണ തൃപ്തിയില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നതെങ്കിലും പെട്ടെന്നുള്ളൊരു പണിമുടക്ക് ഒഴിവായി കിട്ടിയല്ലേ? അരുണി, പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ സ്വകാര്യ മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കനത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ കടന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു വിഷയത്തിൽ പരിഹാരമുണ്ടാകണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് മന്ത്രിയുമായി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നത്. ഈ ചർച്ചയിൽ മന്ത്രിയുടെ ഉറപ്പുകൾ പാലിച്ച് നിലവിലിപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് ഒരു പണിമുടക്കിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു സമിതിയെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമിതിയാണ് ഇനി 45 ദിവസം കൊണ്ട് ഈ സ്വകാര്യ മേഖലയിലെ പ്രതിസന്ധികൾ, അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏതൊക്കെ റൂട്ടിലാണ് KSRTCയുടെ പ്രിയദർശിനി പദ്ധതി പ്രകാരം അതുമൂലം ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളത് വിശദമായി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നൽകിയിട്ടുള്ളത്. 5 അംഗ സമിതിയെ നയിക്കുന്നത് മുൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള K. പത്മകുമാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൂക്ഷ്മ പരിശോധനാ സംഘം ഇത് പരിശോധിച്ച് വിലയിരുത്തും എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസമായി ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബസ്സുകൾക്ക് അകത്തും പുറത്തുമായി പരസ്യം നൽകാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കൊറിയർ സർവീസുകൾക്കും ഈ ബസ്സുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ഈ റോഡ് ടാക്സ് സംബന്ധിച്ചാണ്. റോഡ് ടാക്സ് സംബന്ധിച്ച് മാസത്തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് ഒറ്റത്തവണയായി അടയ്ക്കുന്നതിനുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പ്രിയദർശിനി പദ്ധതി വരുന്നതിന് മുൻപും സ്വകാര്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിൽ എന്താണ് നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗതാഗത മന്ത്രിയും. എന്തായാലും ഈ 45 ദിവസം എന്നുള്ളത് കുറയ്ക്കണം, പകരം ഓണമാണ് വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇതിലൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. വരും ദിവസങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷം തുടർ നടപടികൾ ആലോചിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിലുള്ള സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അഷൻഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.